എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 28, 29 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ UPSCയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? 2024 മാർച്ചിൽ UPSCയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഹൻഷ മിശ്രയാണ്. ആരാണ്? ഹൻഷ മിശ്ര. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ജലവിഭവ ഇൻഫർമേഷൻ പോർട്ടൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണെന്നോട് ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ മേധാവി ആരാണ്? സദാനന്ദ് വസന്ത് ദത്തയാണ്. സദാനന്ദ് വസന്ത് ദത്തയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ മേധാവി. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം? ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 346 രൂപയാണ്. എത്രയാണ്? 346 രൂപ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാവുന്ന ആദ്യ ഇന്ത്യൻ താരം? PR ശ്രീജേഷ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, IPL ചരിത്രത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബോളർ എന്ന റെക്കോർഡിന് അർഹനായത്? കെന്വ മപ്പാഗയാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അരങ്ങേറിയതാണ് ഈ മത്സരത്തിൽ. 66 റൺസ് എടുത്ത് വിട്ടുകൊടുക്കേണ്ടി വന്നു. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V അനന്ത നാഗേശ്വരനാണ്. ആരാണ്? V അനന്ത നാഗേശ്വരൻ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാരാണ്? 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. ഓർത്തിരിക്കുക. ആരാണ്? വിരാട് കോഹ്ലി. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ? 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ ആണ് ഏത്? MTB വാക്. ഏതാണ്? MTB വാക്. നമ്മുടെ പത്താമത്തെ ചോദ്യം, 2024 ആബേൽ പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 ആബേൽ പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? മിഷേൽ ടെലഗ്രൻഡ് ആണ്. ആരാണ്? മിഷേൽ ടെലഗ്രൻഡ്. ഇത്തവണത്തെ ആബേൽ പുരസ്കാരം ലഭിച്ചത് ഏത് രാജ്യക്കാരനാണ്? ഫ്രഞ്ചുകാരനാണെന്നോട് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ഈ നോട്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.